ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയെ പറ്റി നിങ്ങളോട് ഇൻഫോം ചെയ്യാനാണ്. അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഇതിനു മുമ്പ് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു തസ്തികയിലേക്ക് നിയമനങ്ങൾ നടന്നത്. അതായത് എക്സാം നടന്ന് നിയമനങ്ങൾ നടന്നത്. അതിന്റെ കാലാവധി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഈ മാസം മധ്യത്തോടു കൂടി പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള ഒരു തസ്തികയാണ് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്നത്. അതുകൊണ്ട് തന്നെ ഈ തസ്തികയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് അവർക്ക് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്ന മാർക്ക് എന്നും എന്തൊക്കെ സ്റ്റേജുകളിലൂടെയാണ് അത് കടന്നുപോയതെന്നും എത്രത്തോളം കാലതാമസം ഉണ്ടായി കാര്യങ്ങൾക്ക് എന്നും ഒക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഏതൊരു പഠനത്തിനും നമ്മളെ നയിക്കുന്നത് കഴിഞ്ഞുപോയ പരീക്ഷകളുടെ രീതികളാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾ വളരെ എളുപ്പമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും. നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ആദ്യമായിട്ട് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മളോട് നോക്കാൻ പോകുന്നത്. അന്ന് 213/2021 എന്ന കാറ്റഗറി നമ്പറിലായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ അന്നുണ്ടായിരുന്നത് പോലെ തന്നെ പാസ് ഇൻ +2 പ്രീ ഡിഗ്രി വിത്ത് സയൻസ് സബ്ജക്ട്സ് കോഴ്സസ്, പാസ് ഇൻ VHSC വിത്ത് സയൻസ് സബ്ജക്ട്, VHSC ഇൻ ഡൊമസ്റ്റിക് നഴ്സിംഗ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് എന്നത് ഒരു പ്രധാനപ്പെട്ട യോഗ്യതയായിരുന്നു. രണ്ടാമതായിട്ട് a pass in BSc nursing or pass in general nursing and midwife course of not less than 3 years duration from any institution recognized by the government എന്നിങ്ങനെ പറയുന്ന നിങ്ങളുടെ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ യോഗ്യതകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതില്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വലൻസി എടുത്തും അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ അവസ്ഥ. ഇനിയും ഇതിന്റെ പേ സ്കെയിൽ അന്നുണ്ടായിരുന്നത് 39,300 മുതൽ 83,000 വരെയുള്ള ഒരു ഉയർന്ന പേ സ്കെയിൽ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇതിന്റെ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് PSC നൽകിയിരുന്നത് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇവയിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ ഇനിയും സാധ്യതയില്ല. ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലും ഇത് തന്നെയായിരിക്കും ഇതിന്റെ ക്രൈറ്റീരിയ. ഇനി ഇതിന്റെ എക്സാം ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 213/2021 2021 വരികയും ഇതിന്റെ DOE 31/1/2023 വരികയും കട്ട് ഓഫ് മാർക്ക് ഈ പരീക്ഷയുടെ ഏറ്റവും, അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനുള്ള ഏറ്റവും മിനിമൽ മാർക്കായിട്ട് വന്നത് 49 മാർക്കായിരുന്നു. അന്ന് മാക്സിമം മാർക്ക്, അതായത് ഏറ്റവും ടോപ്പ് സ്കോർ ആയിട്ട് വന്നത് 73.67 മാർക്കായിരുന്നു ടെസ്റ്റിന് വന്നത്. ഇതിനെ കൂടുതൽ മറ്റു പല ക്രൈറ്റീരിയകളും വെച്ചിട്ടാണ് റാങ്കിൽ വ്യത്യാസങ്ങൾ വരുന്നത്. പക്ഷേ നമ്മൾ റിട്ടൺ എക്സാമിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ പറയുന്നത്. റിട്ടൺ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം 73.67 മാർക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ടോട്ടൽ അഡ്വൈസ് ആയിട്ട് 987 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്തു. അങ്ങനെ മെയിൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട കാൻഡിഡേറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1830 പേരായിരുന്നു. 1830 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു. അതിൽ തന്നെ 987 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഏറ്റവും അവസാനം വന്ന ഈ തസ്തിക. അപ്പൊ നമുക്ക് ഈ തസ്തികയിൽ ഓരോ വിഭാഗത്തിലും എങ്ങനെയായിരുന്നു മാർക്ക് എന്ന് നമുക്ക് എടുത്തു നോക്കാം. ഇനി സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എത്തുമ്പോൾ ആരെയൊക്കെ എങ്ങനെയാണ് നിയമിച്ചിരിക്കുന്നത്, അതായത് ഓരോ വിഭാഗങ്ങൾക്കും എങ്ങനെയാണ് നിയമനം നൽകിയിരിക്കുന്നത്, അതായത് ഓരോ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും എങ്ങനെയാണ് നിയമനം കിട്ടിയിരിക്കുന്നത് എന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് OC അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 869 റാങ്ക് വരെയുള്ളവരെ എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് 1 മുതൽ 869 വരെ റാങ്ക് ഉള്ളവരെ എടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. EWS എക്കണോമിക്കൽ വീക്കർ സെക്ഷനിലേക്ക് വരുമ്പോൾ 1051 റാങ്കിലുള്ള ആൾക്കും അഡ്വൈസ് കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും ഈഴവ, ബിലവ, തീയ മുതലായ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ 883 റാങ്ക് വരെയുള്ള തസ്തികയ്ക്ക് അഡ്വൈസ് പോയതായിട്ട് കാണുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കേസിലേക്ക് എത്തുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് 7 നിന്ന് നിയമനം നടത്തിയതായിട്ട് കാണുന്നു. STയുടെ കോൺടസ്റ്റിലേക്ക് എത്തുമ്പോൾ 37ാമത്തെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തിയതായിട്ട് കാണുന്നു. മുസ്ലിമിന്റെ കോൺടസ്റ്റിലേക്ക് എത്തുമ്പോൾ 1569ാമത്തെ റാങ്കിൽ അഡ്വൈസ് പോയതായിട്ട് കാണുന്നു. LC AI കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ 1365ാമത്തെ കാറ്റഗറിയിൽ നിന്ന് അഡ്വൈസ് പോയതായിട്ട് കാണുന്നു. ഇനി OBC എന്ന് പറയുന്ന ഒരു ജനറൽ വിത്ത് എടുക്കുമ്പോൾ അവിടെ 867 OC ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് തന്നെ അഡ്വൈസ് പോയതായിട്ട് കാണുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കാറ്റഗറി. വിശ്വകർമ്മജ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 1308 എന്നിങ്ങനെ നീണ്ട ഒരു നിര തന്നെ പോവുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ കമ്മ്യൂണിറ്റിയുടെയും ക്ലോസ് നമ്മളിവിടെ പറയുകയുണ്ടായി. ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അതായത് ഈ ഓരോ റാങ്ക് വെച്ച് നമുക്ക് അസസ് ചെയ്യാം മാർക്ക് എത്രത്തോളം നിങ്ങൾക്ക് വേണം എന്നുള്ളത്. അപ്പം അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കണ്ട. ഇവിടെ നിങ്ങൾ പഠനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വെക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ സെറ്റ് ചെയ്യേണ്ടത് 73.67 എന്നത് ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു കട്ട് ഓഫ് മാർക്ക് കടന്ന് റാങ്ക് ലിസ്റ്റിൽ എല്ലാ റാങ്ക് ലിസ്റ്റിലും പേര് ഉൾപ്പെടലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും 73.67 ആണ്. നമ്മൾ ഒന്നാമനാകാൻ വേണ്ടിയാണ് പരീക്ഷ എഴുതുന്നത്, ജോലി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിൽ സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഏത് കാറ്റഗറിയിലാണെങ്കിലും നമ്മൾ തയ്യാറെടുക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻഫർമേഷൻ നൽകുന്നത്. മാത്രമല്ല ഈ വീഡിയോ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടുന്ന സമയം ആണ്. ഇപ്പോൾ നിങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ മതിയായ സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടും ഒക്കെ ധാരാളം സംശയങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊരു സൗജന്യമായിട്ടുള്ള ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അത് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. ഇനി ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള സംശയങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ വെബിനാറിലല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോഴ്സിന്റെ എൻക്വയറി, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങളെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു തസ്തികയായിട്ട് ബന്ധപ്പെട്ടും ഈ വെബിനാറുമായിട്ട് ബന്ധപ്പെട്ടും എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.